സിറിയയിൽ ആഭ്യന്തര യുദ്ധത്തിനു ശേഷം പലയിടങ്ങളിലും അലയൊലികൾ ഉണ്ടായെങ്കിലും 2020 ശേഷം രാജ്യത്തെ സ്ഥിതിഗതികൾ കൂടുതൽ സമാധാനപരമായിരുന്നു. സിറിയയുടെ സഖ്യകക്ഷികളായ റഷ്യയും ഇറാനും സഖ്യ സംഘടനകളും യുദ്ധത്തിൽ വ്യാപൃതമായതോടെയാണ് സിറിയയിലെ ഷിയ സർക്കാരിനെതിരെയുള്ള സുന്നി വിമതരുടെ ഈ മുന്നേറ്റം ആരംഭിച്ചത്. അസദിന്റെ പിതാവായ ഹഫീസ് അൽ അസദിന്റെ മരണശേഷമാണ് 2000-ൽ ബഷാർ അൽ അസദ് സിറിയയിൽ പ്രസിഡന്റായി അധികാരത്തിലേറുന്നത്. ഇസ്രയേലിന്റെയും യുഎസിന്റെയും ശത്രുപക്ഷത്തു നിൽക്കുന്ന ഇറാന്റെയും റഷ്യയുടെയും സഖ്യകക്ഷിയായ സിറിയ. ഇങ്ങനെയാണ് സിറിയയെ ലോകം അടയാളപ്പെടുത്തുന്നത്. 26 വർഷത്തെ ഹഫീസ് അൽ അസദിന്റെ ഭരണവും 24 വർഷത്തെ ബഷാർ അൽ അസദിന്റെ ഭരണവും അവസാനിക്കുമ്പോൾ 50 വർഷത്തെ കുടുംബവാഴ്ചയ്ക്കാണ് ഇതോടെ വിരാമമാകുന്നത്. അറബ് രാജ്യങ്ങളിലുണ്ടായ ഈ പ്രതിഷേധങ്ങൾ സിറിയയിലും വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കി. ജനാധിപത്യം വേണമെന്നും അസദ് ഭരണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് ആയിരക്കണക്കിന് പേർ സിറിയയിൽ തെരുവുകളിലിറങ്ങി. ആഭ്യന്തര യുദ്ധത്തിന്റെ കാലയളവിൽ അസദ് രാസായുധ പ്രയോഗം നടത്തിയെന്നുവരെ ആരോപണമുയർന്നു. US പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് അസദിനെ മൃഗമെന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ രാസായുധ പ്രയോഗം നടത്തിയെന്ന ആരോപണത്തെ അസദ് ഇതിനകം നിരസിച്ചിട്ടുണ്ട്. ആഭ്യന്തര യുദ്ധത്തിൽ നിന്ന് സിറിയയെ അസദിന് തിരിച്ചുപിടിക്കാൻ സഹായകമായത് സഖ്യകക്ഷികളുടെ പിന്തുണയാണ്. സിറിയൻ സൈന്യത്തിനൊപ്പം റഷ്യയും ഇറാനും ഇറാൻ സഖ്യകക്ഷികളും ഒത്തുചേർന്നതോടെ വിമതരെ വടക്കുപടിഞ്ഞാറൻ മേഖലയിലേക്ക് ഒതുക്കപ്പെട്ടു. 2016-ൽ ആഭ്യന്തര യുദ്ധം അവസാനിച്ചെങ്കിലും പിന്നെയും രാജ്യത്തുടനീളം അലയൊലികൾ ഉണ്ടായി. 2020-ലെ കോവിഡും പ്രതിസന്ധികളുമെല്ലാം വിമതരെ കൂടുതൽ നിഷ്ക്രിയരാക്കി. റഷ്യയുടെയും ഇറാന്റെയും പിന്തുണയിൽ അസദ് ഭരണത്തെ നേരിട്ടാൽ വിജയം ലഭിക്കില്ലെന്ന് വിമതർ തിരിച്ചറിഞ്ഞു. ഇതോടെ ഇസ്ലാമിസ്റ്റ് സുന്നി വിമതർ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ പ്രവർത്തനമൊതുക്കി. എന്നാൽ 2022-ൽ റഷ്യ യുക്രൈനിൽ ആരംഭിച്ച യുദ്ധവും 2023-ൽ ഇസ്രയേൽ ഗാസ യുദ്ധവും ഉടലെടുത്തതോടെ വിമതരുടെ ആത്മവിശ്വാസം കൂടി. റഷ്യയും ഹെസ്ബോളയും ഇറാനുമെല്ലാം യുദ്ധത്തിൽ സജീവമായതോടെ സിറിയയിൽ വിമതർ നീക്കം തുടങ്ങി. അലേപ്പോ, ഹമ, ഹംസ് തുടങ്ങിയ സിറിയൻ നഗരങ്ങൾ കീഴടക്കി വളരെ പെട്ടെന്ന് തന്നെ ഡമാസ്കസ് നഗരം കീഴടക്കാൻ വിമതർക്കായി. 50 വർഷത്തെ ഈ കുടുംബവാഴ്ച അവസാനിക്കുമ്പോൾ ഇനി സിറിയയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ലോകം. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.